അപ്പോൾ രക്ഷയ്ക്കെതിരെയുള്ള, കാരണം സ്ത്രീയുടെ തല പുരുഷൻ, പുരുഷൻ്റെ തല ക്രിസ്തു, ക്രിസ്തുവിൻ്റെ തല ദൈവം. എന്നിട്ട് ഈ 4 പേരും കൂടെ ഒരു ഉടമ്പടിയാണ്. കല്യാണത്തിൻ്റെ സമയത്ത് മരണം നമ്മെ വേർപിരിക്കുന്നത് വരെ സുഖത്തിലും ദുഃഖത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും. കുറച്ചു നേരം കഴിയുമ്പോൾ അത് ഡൈവോഴ്സ് നമ്മളെ വേർപിരിക്കുന്നവരെ നാക്കിയാൽ അതിവിടെ നടക്കും. പക്ഷെ സ്വർഗത്തിലെ ആ ഫയലിനകത്തുണ്ടല്ലോ, ഇയാളുടെ ഭാര്യ ഇയാളെന്ന് എഴുതിയിട്ടുണ്ട്. അത് മരണം വരെ എഴുതി സീൽ ചെയ്തൊരു ബുക്ക് സ്വർഗത്തിലുണ്ട്. ആ പുസ്തകം ഇവിടെ ഇരുന്ന ജഡ്ജിക്ക് മായ്ക്കാൻ പറ്റത്തില്ല. അതും വ്യഭിചാരമാണ്. അപ്പൊ വ്യഭിചാരത്തിന്റെ കീഴിൽ എന്തൊക്കെയാ വന്നേക്കെന്ന് നോക്കി. നിങ്ങളുടെ വിവാഹ ജീവിതത്തിൽ എന്ത് കുഴപ്പമുണ്ടായാലും നിങ്ങൾ ഇങ്ങനെ പറയാണ്, വേണ്ടായിരുന്നു, നിന്നെ കെട്ടണ്ടായിരുന്നു, എവിടെയെങ്കിലും പൊക്കോ, ഞാൻ പോവാ. ഇതൊക്കെ പറയുന്നത് എന്താണെന്നറിയോ? വ്യഭിചാരത്തിന്റെ കീഴിൽ വരുന്നതാണ്. കാരണം അതെല്ലാം ഈ ബന്ധം മുറിക്കുന്നതിലേക്ക് വിരൽ ചൂണ്ടുന്ന പാപമാണ്.